പ്രധാനമന്ത്രിയായി തൻ്റെ അവസാനത്തെ പത്രസമ്മേളനം 3G സ്പെക്ട്രവും അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയുമൊക്കെ കത്തിച്ചുവിട്ട കാലം, നിർഭയ കേസ് ആസൂത്രിതമായി പ്രചരിപ്പിച്ച കാലം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ജന്തർ മന്തർ റോഡിലിരുന്ന് കൈകൊട്ടി തിരുവാതിര കളിച്ച കാലം. ഇന്ന് കൈകൊട്ടിയവരിൽ പലരും മറുവശത്താണെന്നുള്ളത് മറ്റൊരു കാര്യം. അന്ന് അവസാനത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ ഇന്ത്യയിലും വിദേശത്തുമുള്ള 120ഓളം മാധ്യമപ്രവർത്തകരാണ് എത്തിയത്. ആ വേദിയിൽ ഉന്നയിക്കപ്പെട്ടത് 62 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെയും നേരിടാനുള്ള കരുത്ത് പോലും താൻ ചെയ്ത ശരികൾ ശരിയായ ബോധ്യങ്ങളായിരുന്നു എന്നതുകൊണ്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ല. ഏകപക്ഷീയമായി താൻ പറയുന്നത് മാത്രം കേൾക്കണമെന്നും മറുചോദ്യം വേണ്ടെന്നുമുള്ള ഭാഷ്യമുണ്ടായിരുന്നില്ല. മറിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാചകം അദ്ദേഹം പറഞ്ഞത്, നിങ്ങളും പ്രതിപക്ഷവും എന്നോട് നീതി കാണിച്ചില്ലെങ്കിലും ചരിത്രം എന്നോട് നീതി കാണിക്കുമെന്നാണ്. കാരണം കാലം തെളിയിക്കും എന്ന് പറയുന്നതിൻ്റെ മനോഹരമായ വാക്കുകൾ. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇക്കാലമൊക്കെ കഴിയുമ്പോൾ, എൻ്റെ കാലം കഴിയുമ്പോൾ പഠിക്കുമട എന്ന് പറഞ്ഞതുപോലെ, അത് അക്ഷരാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രാമൊഴിയിൽ ഓർക്കുകയും എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ കളിപ്പാവയായും മൗനി ബാബയായും ചിന്തകളില്ലാത്ത ആളായും സോണിയാഗാന്ധിയുടെ നിശബ്ദ പാവയായും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എഴുതി തകർത്തപ്പോൾ അതിനപ്പുറത്തേക്കാണ് താനെന്ന് തെളിയിക്കാൻ മൻമോഹൻ സിംഗ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയുന്നവരോട് തോന്നിയിട്ടുണ്ടാവുക സഹതാപവും അതുപോലെ തന്നെ ഈ പറയുന്ന നിരാശയുമായിരിക്കും. മനുഷ്യജന്മം ഇങ്ങനെയാണല്ലോ എന്നോർത്ത്. സാധാരണ ഓക്സ്ഫോർഡിൽ പഠിപ്പിക്കുന്നവർ ഓക്സോൺ അല്ലെങ്കിൽ ഓക്സ്ഫോം എന്നൊക്കെയുള്ള പേരുകൾ അവരവരുടെ പേരുകളോടൊപ്പം കൂട്ടിച്ചേർക്കുമ്പോൾ മൻമോഹൻ സിംഗ് അതിനും മെനക്കെട്ടിട്ടുള്ള ആളല്ല. ഒരുപക്ഷെ ചിലരൊക്കെ പറഞ്ഞതുപോലെ നോട്ടിൽ ഒപ്പുവെച്ചൊരാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നു എന്ന് പറയുന്ന ഒരു അപൂർവ നിമിഷങ്ങൾക്കാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ സംഭവിച്ചത്. രാഷ്ട്രീയക്കാർക്ക് മാത്രം വശമുള്ളതാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി പദവും എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആഴത്തിൽ പഠനവും വായനയും അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലും ധനതത്വശാസ്ത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭയും അപൂർവമായ ജീവിതത്തിൻ്റെ ഉടമയുമായ അദ്ദേഹം രാജ്യത്തിൻ്റെ CEO ആവുകയായിരുന്നു എന്നതാണ് സത്യം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ധനകാര്യമന്ത്രിയായിരിക്കെ ധനകാര്യ മേഖലയുടെ CEO ആയിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയായപ്പോൾ രാജ്യത്തിൻ്റെ CEO ആയി എന്നതാണ് സത്യം. അണുവായുധ കരാർ ഒപ്പിടുന്ന വേളയിൽ രാഷ്ട്രീയമായി എല്ലാ തരത്തിലുമുള്ള ഉന്തും തള്ളും വിരട്ടലും ഉണ്ടായിട്ടും കുലുങ്ങാത്ത പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് മൻമോഹൻ സിംഗ്. വളരെ ക്ഷോഭം നിറഞ്ഞ, വെല്ലുവിളി നിറഞ്ഞ, പൊട്ടിത്തെറികൾ നിറഞ്ഞ കാലത്തൊക്കെയും വളരെ നിശബ്ദമായി അദ്ദേഹം രാജ്യത്തെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ അണുവായുധ കരാർ യാതൊരു ടെൻഡറും കൂടാതെ അമേരിക്കയ്ക്ക് വേണമെന്ന സ്ഥാപിത താൽപ്പര്യം രഹസ്യമായി അറിയിച്ചപ്പോൾ പോയി പണി നോക്കാൻ പറഞ്ഞ് ടെൻഡർ ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്ത രാജ്യങ്ങൾക്ക് നൽകി കഴിവും കരുത്തും തെളിയിച്ചു മൻമോഹൻ സിംഗ്. അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് നിർഭയയിലടക്കം പ്രചാരവേലകളിലടക്കം വിദേശ ഫണ്ടിങ് ഉൾപ്പെടെ വന്ന് എല്ലാ തരത്തിലും തൂത്തെറിഞ്ഞുകൊണ്ട് പുറത്തു വരികയും എന്നാൽ അദ്ദേഹം അധികാരം വിട്ടൊഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉന്നയിക്കപ്പെട്ട ഏതെങ്കിലും ആരോപണത്തെ സംബന്ധിച്ച് പിന്നീടൊരു വിചാരണയോ തെളിവോ ഉണ്ടാകത്തക്ക നിലയിൽ ഒന്നുമില്ലായിരുന്നു എന്നാണ് 3G സ്പെക്ട്രം അടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ തെളിയിക്കുന്നത്. ഇന്നാകട്ടെ പരശതം കോടികളുടെ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അന്ന് ഇതൊക്കെ എഴുതാൻ ധൈര്യം കാണിച്ച വിനോദ് റോയിയെപ്പോലെയുള്ളവർ തലമടക്കി താടിയിൽ ചുരുട്ടി എങ്ങോട്ടോ നോക്കിയിരിക്കുന്നു എന്നുള്ള വസ്തുതയും രാജ്യം കാണുന്നുണ്ട് എന്നതാണൊരു പ്രത്യേകത. ഒരു വശത്ത് ആഗോളതയുടെ എന്തോ മഹാഭീകരനാണെന്ന് എല്ലാവരും കൂടി ആസൂത്രിതമായി സൃഷ്ടിച്ചപ്പോൾ മറുവശത്ത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഇന്നും നമ്മൾ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് ജോലിക്കാരായി പലയിടങ്ങളിൽ നിൽക്കുന്നതും മാർഗമൊന്നുമില്ലാത്തവർ പോലും തൊഴിലുറപ്പിന് പോകുന്നു എന്ന് പറയുന്നതുമായ ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുകൂടാതെ ആർക്കും തൊടാനോ മാറ്റാനോ കഴിയാത്ത ഭരണരംഗം സുതാര്യമാക്കാനും സത്യസന്ധമാക്കാനും അഴിമതിരഹിതമാക്കാനും വേണ്ടി കൊണ്ടുവന്ന
വിവരാവകാശ നിയമവും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അതെ, ഒരു പ്രധാനമന്ത്രി ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവനോപാധികളുടെ സംരക്ഷണത്തിനപ്പുറത്ത് അവരെ വിഭാഗിച്ച്, അവരെ വിയോജിപ്പിച്ച്, വിദ്വേഷിപ്പിച്ച് തമ്മിലടിക്കാനല്ല ശ്രമിക്കേണ്ടതെന്ന് സ്വന്തം കാലം കൊണ്ട് തെളിയിച്ച ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സത്യമാണ്. പ്രതിപക്ഷവും പത്രമാധ്യമങ്ങളും കാണിക്കാത്ത നീതി ഇന്നത്തെ കാലവും ചരിത്രവും അന്ന് വിമർശിച്ചവരും ഇന്ന് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു മഹത്തായ സന്ദേശം കൂടിയാണ്.